പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ ഹിന്ദുക്കളെയൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് ചാണകം എന്നാണ്. അതെ, ചാണകം തന്നെയാണ്. മറ്റുള്ള കീടങ്ങളെ നശിപ്പിക്കുന്ന ചാണകം. ഇന്ന് ചാണകത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. മാനസിക രോഗവും ഭ്രാന്ത് ഒക്കെ ഉള്ളവരെയൊക്കെ ചികിത്സിക്കുന്ന വൈദ്യന്മാർ പഞ്ചഗവ്യം എന്ന ഒരു ലേഹ്യം വാങ്ങിച്ച് കഴിക്കൂ എന്ന് പറയും. ഈ പഞ്ചഗവ്യം എന്താണെന്ന് വെച്ചാൽ ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ്, ഈ 5 ഐറ്റം പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 5 ഐറ്റം. ഇതാണ് ഒരു ക്രമത്തിന് ചേർക്കും. ഇത്ര ശതമാനം ചാണകമാണെങ്കിൽ ഇത്ര അളവ് ഗോമൂത്രം, ഇത്ര പാല്, അങ്ങനെ ചേർത്തുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പഞ്ചഗവ്യം. ഈ പഞ്ചഗവ്യം, ഈ ലേഹ്യം, പഞ്ചഗവ്യ ലേഹ്യം എന്നൊക്കെ പറയും. ഇതിനെ കഴിക്കുമ്പോൾ കുറച്ച് ചാണകത്തിൻ്റെ ഗോമൂത്രത്തിൻ്റെയൊക്കെ മണം വരും. അതുകൊണ്ട് വൈദ്യന്മാർ പറയുന്നത് ഹിന്ദുക്കളാണെങ്കിൽ കോവിലിൽ കൊടുത്തൊന്ന് പൂജിച്ച് കഴിക്കൂ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ കൊടുത്ത് അച്ഛൻ്റെ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കൂ, മുസ്ലിം ആണെങ്കിൽ ഉസ്താദിൻ്റെയിലോ ലബ്ബേരെ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കൂ എന്ന് പറയും. കാരണം പ്രാർത്ഥിച്ചിട്ട് കഴിക്കുമ്പോൾ ഇതിലുള്ള ആ സ്മെല്ലൊന്നും നമ്മളറിയില്ല. അമ്പലത്തിൽ നിന്ന് തന്നതല്ലേ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതല്ലേ. അതിനു വേണ്ടിയുള്ള ഒരു ട്രിക്കാണ് ഈ പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ പറയുന്നത്. സാധനം ഈ പശുവിൻ്റെ ഈ 5 ഐറ്റവും തന്നെ ഭ്രാന്ത് വരെ മാറ്റുന്നു. നോക്കണം ആ മരുന്നിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടോ ചാണകത്തിന്. ഇനി നമ്മൾ വീട്ടിൽ ഈ പൊങ്കാല ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് നമ്മൾ നൂലുകെട്ട്, പിന്നെ ജന്മനാളിനൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് പൊങ്കാലയിടും. ചാണകം രാവിലെ മുറ്റം തൂത്ത് ചാണകം തളിച്ച്, ചാണകവെള്ളം തളിച്ച്, അടുത്ത് ചാണകം മെഴുകും. ഏകദേശം ഒരു 2 അടി വിസ്താരത്തിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചാണകം മെഴുകിയിട്ട് അവിടെയാണ് കല്ലുകൂട്ടി അടുപ്പ് വെച്ച് പൊങ്കാലയിടുന്നത്. അതിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് വേറെ ഒരിടത്തൂടെ ചാണകം മെഴുകും. അവിടെ ഒരു തുമ്പല, പൂശനില ഇട്ട് അതിൽ വിളക്ക് വെച്ച് നിറനാഴി വച്ച് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവല്, മലര്, അതായത് പൊരി, കർക്കണ്ട്, മുന്തിരി, ശർക്കര, ഇങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ അറ്റത്ത് ഒരു പിടി ചാണകം, ഒരു ഉണ്ട ചാണകം അവിടെ വയ്ക്കും. എന്നിട്ട് അതിനൊരു പേരിട്ടു ഗണപതി, അതായത് വിഘ്നേശ്വരൻ, കുഴപ്പങ്ങളകറ്റുന്നവൻ എന്നാണ് പേര്. എന്തിനാണ് ഈ മാട്ടിൻ്റെ തീട്ടത്തിന് എടുത്ത് അവിടെ വെച്ചത്? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ ഹിന്ദുക്കളൊക്കെ? കാരണം രാവിലെ അവിടെ വയ്ക്കുന്ന ആഹാര സാധനങ്ങളാണ് പൊരി, അവൽ, മുന്തിരി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പഴങ്ങൾ വയ്ക്കും. രാവിലെ ഈ ആഹാര സാധനങ്ങളിൽ സൂര്യപ്രകാശത്തിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. രാവിലത്തേതിൽ വൈറ്റമിൻ ഡി കൊണ്ട്, അൾട്രാ വയലറ്റ് രശ്മികളെന്ന് പറഞ്ഞ വേറെ ഒരു ഇത്തിരി ദോഷം ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. അത് ഈ ആഹാരത്തിൽ അടിച്ചു കഴിച്ചാൽ അത് ഇത്തിരി വിഷമായിട്ട് മാറും. അതുകൊണ്ടാണ് ആ കുഴപ്പങ്ങളൊക്കെ അകറ്റുന്നവനാകുന്ന ആ ഗണപതിയാകുന്ന ചാണകത്തിന് അവിടെ വയ്ക്കുന്നത്. ചാൺ അകം എന്ന് പറഞ്ഞാൽ ഒരു ചാൺ അകത്ത് വരുന്ന, ചാണകത്തിൻ്റെ അവിടെ വരുന്ന എല്ലാ നെഗറ്റീവുകളെയും ഇവൻ പിടിച്ചോളും. അത്ര പവറാണ് ഈ ചാണകത്തിന്. പണ്ടൊക്കെ രാവിലെ വീട്ടിൻ്റെ മുറ്റം, മതിലുകളില്ലല്ലോ വീടുകളിൽ അന്ന്, വീട്ടിൻ്റെ ചെറിയ വീടായിരുന്നു ശരി, അവിടെ തൂത്തിട്ട് ചാണകം തളിക്കും. അത് ഈ സൂര്യപ്രകാശം അതിലടിച്ചിട്ട് തിരിച്ച് വരുന്ന ആ രശ്മികൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല ഒരു പോസിറ്റീവ് എനർജി
കൊണ്ടുതരും. സിമ്മൻ്റൊക്കെ വരുന്നതൊക്കെ ഇപ്പോഴല്ലേ, എത്ര വർഷം വരും? ഒരു 200 വർഷം 300 വർഷം ഇടും. അതിന് മുമ്പൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലും ചാണകമാണ് മെഴുകിയിരുന്നത്. ചുവരിൽ വരെ ചാണകവും തൊണ്ട് എരിച്ച് കിട്ടുന്ന ആ കരിയും കൂടെ ചേർത്ത് മെഴുകും. ഇതെല്ലാം അണുക്കളെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ ഒരു വേമ്പയിലാണ് പണ്ടൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉണക്കുന്നത്. വെയിലത്തിട്ട് നെല്ല് പയർ ഇതൊക്കെ ഉണക്കുന്നത് ഒരു വെയിലുള്ള അതിലും ചാണകം മെഴുകി വയ്ക്കും. കാരണം അത് ഉളുത്തു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ചീത്തയാവാതിരിക്കാൻ വർഷങ്ങളോളം ഇരിക്കും. അതിന് ചാണകം മെഴുകി വെയിലത്തിട്ട് ഉണക്കി അങ്ങ് വച്ചിരിക്കും. വീട്ടിലെന്തെങ്കിലും ഉണക്കണമെങ്കിൽ എടുത്ത് പുറത്തിടും, അതിലാണ് വിരിച്ച്. ഇന്ന് സിമൻറ്റ് തറയായതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും വിരിച്ച് നമ്മളിരിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇവരൊക്കെ ചാണകം എന്ന് വിളിക്കുമ്പോൾ ഇവർ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ചാണകം അതും പശുവിൻ്റെ വയറ്റിൽ നിന്ന് വരുന്നതാണ്, ആട്ടിൻ്റെ അല്ല, ആനയുടെ അല്ല. കാരണം ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആട്ടിൻ്റെ പാല് നമ്മൾ കഴിക്കാനെടുക്കും. ആട്ടിൻ്റെ മൂത്രം നമ്മൾ തിളയ്ക്കാൻ എടുക്കാറില്ല. ആട്ടിൻ്റെ മൂത്രം ശരീരത്തിൻ്റെ പുറത്തിടുന്ന ചില മരുന്നുകളുണ്ട്. അതായത് നമ്മുടെ പാണ്ഡുരോഗം, കുഷ്ഠം, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പുറത്ത് ഇടാനുള്ള മരുന്നിൽ ഈ ആട്ടിൻ്റെ മൂത്രം ചേരും. ആയുർവേദത്തിൽ ആട്ടിൻ്റെ പാല് നല്ല ഔഷധമാണ്, അത് ഉള്ളിൽ കഴിക്കാൻ വേണ്ടി എടുക്കും. ആട്ടിൻ്റെയും കഴുതയുടെയും പുറകെ കൂട്ടത്തോടെ പോകുന്ന കഴുതയുടെയും പുറകെ പോകരുതെന്ന് പറയും. അതിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മണം നമുക്ക് നല്ലതല്ല. എന്നാൽ പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ മണം അത് നമുക്ക് ബുദ്ധി വികസിപ്പിക്കും എന്ന് സയൻസ് തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ജർമ്മനിയിൽ ഒരു സ്കൂളുണ്ട്. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ നിലയിൽ കംപ്ലീറ്റ് തൊഴുത്താണ്, പശുക്കളാണ്. മുകളിലാണ് ക്ലാസ് റൂമുകൾ. ആ സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജൂഡ് സ്കൂൾ. ക്രിസ്ത്യാനി നടത്തുന്ന സ്കൂളാണ്, ക്രിസ്ത്യൻ സ്കൂളാണ്. മെയിൻ ഭാഷ സംസ്കൃതം. അവിടുത്തെ കുട്ടികൾ എന്നും രാവിലെ പാല് കറക്കണം, പശുവിനെ കുളിപ്പിക്കണം. കാരണം പശുവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു മണം വരും. ആ മണം നമ്മുടെ ബ്രെയിനിനെ നല്ല ആക്ടിവേഷനാക്കും. ഇതെല്ലാം സയൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മളിവിടെ ഇതൊന്നും നോക്കാം, ചാണകം തൊടുന്നത് കുഴപ്പമാണ്. എന്നാൽ ഇന്നത്തെ ചാണകത്തിന് കുറച്ച് നാറ്റം കൂടുതലാണ്. കാരണം കാലിത്തീറ്റയാണ് മാട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചാണകത്തിന് കുറച്ച് സ്മെല്ല് കൂടുതലാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഈ പഞ്ചഗവ്യത്തിലൊക്കെ ചേരുന്ന ആ ചാണകം നമ്മുടെ നാടൻ പശുക്കൾ, വെച്ചൂരി പശുക്കളിൽ നിന്ന് എടുക്കുന്ന ആ ചാണകമാണ്. നമ്മൾ നെറ്റിയിലിടുന്നില്ലേ ഭസ്മം, എന്താണെന്ന് ഇന്നത്തെ കുട്ടികൾക്കറിയാമോ? വെള്ള കളറിയിരിക്കുന്നു അല്ലേ? ഇത് ചാണകം ചുട്ടെരിച്ചെടുക്കുന്ന ആ ഭസ്മമാണ്. അതിന് തിരുനീർ എന്നൊക്കെ പറയും. ഇത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. പൊക്കിളിന് മുകളിലോട്ടാണ് ഭസ്മം ധരിക്കേണ്ടത് എന്ന് പറയും. അമ്പലത്തിലിരിക്കുന്ന പൂജാരി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 96 ലൈൻ കാണും. അത് എണ്ണിയാൽ നെറ്റിയിൽ, കഴുത്തിൽ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്, സന്ധികളുണ്ട്. ആ സന്ധികളിലൊക്കെയാണ് ഈ ഭസ്മം ധരിക്കുന്നത്. കാരണം നീർത്താഴ്ച രാവിലെ കുളിച്ചും കൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് കയറി കതവടയ്ക്കും നിർമാല്യത്തിനൊക്കെ വേണ്ടി. അപ്പോൾ വേർത്തൊലിക്കും. ഈ വേർപ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം അദ്ദേഹത്തിന് പൂജയ്ക്ക് വരാൻ പറ്റില്ല, കിടപ്പിലായി. അതുകൊണ്ടാണ് ആ സന്ധികൾ തോറും ഭസ്മം വരയ്ക്കുന്നത്. കൃത്യമായിട്ട് ഭസ്മം നെറ്റിയിൽ ധരിക്കുന്ന ഒരാളിന് ജലദോഷം വരികയോ തുമ്മൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരില്ല. അത് ഒരു സയൻസാണ്. അതുകൊണ്ടാണ് പണ്ടേ ഭസ്മം നെറ്റിയിൽ ധരിക്കുന്നത്. അത് മാട്ടിൻ്റെ തീട്ടമാണെന്നുള്ള കാര്യം മറക്കരുതാര്. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും. നന്ദി,
നമസ്കാരം.